ഫ്രണ്ട്സ്, ഞങ്ങൾ ബാംഗ്ലൂർ വന്ന ടൈമിൽ എടുത്തൊരു വീഡിയോ ആട്ടോ ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ മാളുകൾ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ സ്വന്തം മാളായ ലുലു മാളിലൊന്ന് പോയാലോ എന്ന്. നാട്ടിലെ ലുലു മാളിൽ പോയിട്ടുണ്ടെങ്കിലും ബാംഗ്ലൂരിലെ ലുലു മാളിൽ ഞങ്ങൾ ഇതുവരെ രണ്ടുപേരും പോയിട്ടില്ല കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ നേരെ ഒരു 37 മിനിറ്റ് ആട്ടോ ഗൂഗിൾ മാപ്പിൽ കാണിച്ച്. ഞങ്ങളെ ഭാഗ്യം കൊണ്ടാണോന്ന് അറിയില്ല, ഇന്ന് ഞങ്ങൾക്ക് വലിയ ബ്ലോക്കും കാര്യമൊന്നും കിട്ടാതെ നേരെ പോയിട്ടോ. ഈ വരുന്ന മെയിൻ റോഡിൽ നിന്ന് തന്നെ ലുലുവിലെ പാർക്കിങ്ങിലേക്കുള്ള ഒരു വഴിയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അതെന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബൈക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് എന്നാൽ ഞങ്ങൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുകയാണേ. സത്യം പറഞ്ഞാൽ അടിപൊളിയാട്ടോ ഈ ബാംഗ്ലൂർ ലുലു എന്ന് പറയുന്നത്. വിശാലമായ മോളാണ്. നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ഈ മോളിലൂടെ കറങ്ങി നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. കാണാനും ആസ്വദിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈ കന്നഡയിൽ എഴുതിയിരിക്കുന്ന സ്റ്റുഡിയോ എന്നാണ് അത് ഏട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞങ്ങൾ കുട്ടികളുടെ ഗെയിമിംഗ് ഏരിയയിലേക്കാണ് പോയത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ച കുട്ടികൾക്ക് മാത്രമായിരിക്കുന്ന, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. മുതിർന്നവർക്ക് വേണ്ടിയുള്ള കുറേ ഗെയിംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരെയും മെയിൻ സ്പോട്ടായിരിക്കും ഫുഡ് കോർട്ട് എന്ന് പറയുന്നത് ഒരു മാളിലെത്തിയാൽ. അങ്ങനെ ഇതുവരെ ഇവിടെ സെർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. ഈ നോർത്ത് സൗത്ത് അറേബ്യൻ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടപ്പോൾ തന്നെ വാങ്ങി കഴിക്കണം എന്ന് തോന്നി. അപ്പോൾ ഇപ്പോൾ വലിയ വിശപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിലൂടെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് വരുമ്പോൾ വിശപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു മാളിൽ ചിലവഴിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഫുഡ് കോർട്ട് തന്നെയാണ്. കാരണം ഫുഡിനെ അത്രമാത്രം സ്നേഹിക്കുന്ന രണ്ടുപേരാണ് ഞങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എപ്പോഴും ഇതിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ പോയത് കേക്ക്, ഡോണറ്റ്സ്, ബണ്ണ് ഈ ഒരു ഏരിയയിലേക്കായിരുന്നേ പോയിട്ടുണ്ടായിരുന്നത്. കേക്കിൻ്റെ സെക്ഷനിലേക്ക് പോയ സമയത്താണ് ഈ പീസ് കേക്ക് തന്നെ പല വെറൈറ്റിയിലും പല ഫ്ലേവറിലും ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ഫുൾ കേക്ക് ആണെങ്കിലും വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല, നമ്മളെ നോർമൽ റേറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞങ്ങൾ പോയത് അച്ചാറുകളുടെ അടുത്തേക്കാട്ടോ. വെജ്, നോൺ വെജ് എല്ലാ ടൈപ്പ് അച്ചാറുകളും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ തട്ടുകടയിൽ കിട്ടുന്ന എല്ലാ എണ്ണ പലഹാരങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പഴംപൊരിയും കല്ലുമ്മക്കായും ഒക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മലബാർ ചിക്കൻ ബിരിയാണി പാർസൽ വാങ്ങി നേരെ ക്വാർട്ടേഴ്സിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ ബൈ.